ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണോ? ചാറ്റിലെങ്കിലും ഒന്ന് റെസ്പോൺസ് നൽകണം. വെൽക്കം ടു MNPSC. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ചാറ്റിലെങ്കിലും ഗിവ് മീ വൺ റെസ്പോൺസ്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. താങ്ക് യു മഞ്ജുനാഥ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എക്സാമിനേഷൻ? നിങ്ങളുടെ ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് ഒരു ക്വിക്ക് സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗമായിട്ടൊന്ന് പറയാൻ പറ്റി കഴിഞ്ഞാൽ നല്ലത്. ഫസ്ന, മഞ്ജുനാഥ്, രോഹിത്, ശ്രീനിക, വിവേക്, ഒരു ക്വിക്ക് ഐഡിയയില് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. ജനറലി ഹൗ യു ഗൈസ് ഫെൽറ്റ്? ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലെ? ടൈം തികഞ്ഞില്ല. താങ്ക് യു മഞ്ജുനാഥ് ഫോർ യുവർ റിപ്ലൈ. 51 മാർക്സ്, എനി ഹോപ്പ്? 51 മാർക്സ് ആണല്ലേ? ഓക്കെ ഓക്കെ, മാർക്സ് നോക്കിയപ്പോ 51 ആണ് വരുന്നത്. എത്ര അറ്റംപ്റ്റ് കൊടുത്തിരുന്നു വസ്ന? 65. ഓക്കെ ഓക്കെ, ഫൈൻ. വാട്ട് അബൌട്ട് അതേഴ്സ്? ഞാൻ പറയാട്ടോ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാകും. എന്നിരുന്നാൽ പോലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഓക്കെ, കുറച്ച് ടഫ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ? ടഫ്നെസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കുറയാറാണ് പതിവുള്ളത്. ഫസ്റ്റിനെ ചോദിച്ചത് കൊണ്ടും ശ്രീനികയുടെ മെസ്സേജ് ഉള്ളത് കൊണ്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 3 ലെവലായിട്ടാണല്ലോ, 3 ഫേസ് ആയിട്ടാണല്ലോ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ 3 എക്സാമിനേഷനിൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, പിന്നെ ക്വസ്റ്റ്യൻ ലെവലിന്റെ ടഫ്നെസ്, ആഫ്റ്റർ ദാറ്റ് നോർമലൈസേഷൻ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ഒരു കട്ട് ഓഫിന്റെ ഐഡിയ പ്രവചിക്കാൻ പോലും പറ്റുള്ളൂ, അല്ലെങ്കിൽ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ തെറ്റായി ഗൈഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഫസ്റ്റിനോട് പറയാണ്, ഫസ്റ്റിന് 51 മാർക്കല്ലേ, അടുത്ത കൊല്ലത്തേക്ക് നോക്കിക്കോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നോർമലൈസേഷന്റെ ഭാഗമായിട്ട് കട്ട് ഓഫ് 48 49 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിന് ഇന്നായിരിക്കും. അപ്പോ അത് പറയാൻ ബേസിക്കലി നമ്മൾ ആരും അർഹരല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും അങ്ങനെ ക്ലെയിം ചെയ്യാനോ പറയാനോ പറ്റില്ല എന്നുള്ളൊരു സംഗതി ഉണ്ട്. അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലെ ഒരു ഹോപ്പ് ഉണ്ടാവില്ല ഫസ്ന ഇപ്പൊ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്ന ഒരു റീസൺ എന്താണ്? ഓക്കെ, ഇൻ കേസ് അങ്ങനെ ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി, ധാരണ എനിക്ക് വേണമെന്നുള്ളതാണ്. അത് ഈ സെഷനോട് കൂടെ നിർബന്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. പതിയെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലോങ് ടേമിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾ PSC തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനി ടൈം ചെയ്യാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അതുമായിട്ട് പ്രൊസീഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. എന്നിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് ഇഫ് യു ആർ ക്വാളിഫൈഡ്, മസ്റ്റ് ആയിട്ട് മെയിൻസിന്റെ ലെവലിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻ പറയുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നമുക്കിന്നൊരു ചീഫ് ഗസ്റ്റ് ഉണ്ട്. ആസ് യു ഗൈസ് മേ ബി ഫൗണ്ട് ഇൻ ദ പോസ്റ്റർ. നമ്മുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റിസൾട്ടില് നമ്മുടെ എമിനന്റിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ലൈക്ക് അഖിൽ ജോഷി 5ാം റാങ്കുകാരനാണ്. അതുൽ വിനോദ് 310 ആണ്. അഖിൽ വിനോദ് ആണ് നമ്മളായിട്ട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. പിന്നെ മറ്റൊരു റിസൾട്ടാണ് സ്വാതി കേശവ്, റാങ്ക് 705 ഉണ്ട്. ഇവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും എമിനന്റിലെ മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് എടുത്തവരാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു പക്ഷേ നിലവില് പ്രിലിംസിന്റെ ഭാഗമായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ സെൽഫായിട്ടോ പഠിച്ചിട്ടുള്ള ഒരാളാണ് എങ്കിൽ മെയിൻസിനെ നിങ്ങൾ അത്ര നിസ്സാരാക്കി കാണരുത്. കാരണം ഒന്ന്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഉണ്ട്, കൂട്ടത്തിൽ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ യൂണിവേഴ്സ് അസിസ്റ്റന്റ് ഉണ്ട്, കമ്പനി ബോർഡ് ഉണ്ട്. രണ്ടിന്റെയും മെയിൻസിന്റെ സിലബസ് എടുത്ത് നോക്കുന്ന സമയത്ത് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് 27 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 27 മാർക്കിന്റെ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് അതൊന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. മേ ബി നിങ്ങൾക്ക് സ്ക്രീന് കുറച്ച് സൂം ചെയ്ത് നോക്കേണ്ടി വരും. മൊബൈൽ ഫോണിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ. ഇനി അല്ലെങ്കിലും ജസ്റ്റ് ഞാൻ പറയുന്നതിന്റെ ഒരു ഐഡിയ മാത്രം നിലവിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. മെയിൻസിൽ നിങ്ങൾക്ക് ടോട്ടലി വരുന്നത് 27 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. ഐ റിപ്പീറ്റ്, 27 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും, ഇത് രണ്ടുമാണ് ഇനി അപ്കമിങ് ആയിട്ടുള്ള മെയിൻസിലോട്ട് വരുന്നത്. ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോ ആ ഒരു 3 മാസത്തിൽ നിങ്ങൾ ഈ 27 മാർക്കിൽ നിങ്ങൾക്ക് നല്ലൊരു എഫിഷ്യൻസി വേണം. ഞാൻ പറയുന്നത് എഫിഷ്യൻസി ഓഫ് പ്രിപ്പറേഷൻ ആണ്. ഇത് മാത്രമല്ല, ഈ മുമ്പ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, നമ്മൾ ജനറൽ സ്റ്റഡീസ് അല്ലോ, GK എന്നൊക്കെ പറയുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിയും, അത് വേറെയും ഉണ്ട്.
അതിന് പുറമെയാണ് നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്നത് എന്നുള്ള ജനറൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതിൽ തന്നെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്, പക്ഷെ സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേരള ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മെയിൻസിന് ചോദിക്കുന്നതെങ്കിൽ അത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ചോദിക്കുന്നത് 10 മാർക്കിനാണ്. എന്നാൽ സിലബസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് രണ്ടും സെയിം ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് അറൌണ്ട് 90% ടോപ്പിക്കും സെയിം ആണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഈ ടോപ്പിക്കിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് ഔട്ട്പുട്ട് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അതിന് ഡിമാൻഡിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കേരള ഗവർണൻസ് ചോദിക്കുന്നത്. കമ്പനി ബോർഡിന്റെ ഡിമാൻഡിങ്ങിലാണ് കേരള ഗവർണൻസ് 10 മാർക്കിന് ചോദിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് വേണ്ടത്. ഒന്നാമത്തത്. രണ്ടാമത്തത്, രണ്ടിലും ലൈഫ് സയൻസ് ചോദിക്കുന്നുണ്ട് ആൻഡ് പബ്ലിക് ഹെൽത്ത്. അത് കമ്പനി ബോർഡ് നോക്കിക്കേ 6 മാർക്കിനാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനോ 3 മാർക്കേ ഉള്ളൂ. എന്നാൽ സിലബസ് എടുക്കുന്ന സമയത്ത് ഏകദേശം സെയിം ആണെന്ന് നോക്കിക്കേ. ഇവിടെ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. പിന്നെ ഇവിടെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുണ്ട് കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ. ഓക്കെ, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറയുന്നുണ്ട്, അത് ഇവിടെയുണ്ട്. പിന്നെ അല്ലാതെ ബേസിക് ഹെൽത്ത് ഫാക്ട്, എൻവയോൺമെന്റ് ഹസാർഡ്, ഇങ്ങനെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കയറി വരും. അങ്ങനെ മാർക്ക് വേരി ചെയ്യുമ്പോൾ ചെറിയൊരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു വ്യത്യാസമാണ് ഉള്ളതെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം. ഫിസിക്സിൽ രണ്ടിലും അത്യാവശ്യം പഠിക്കാനുണ്ട്. 8 ടോപ്പിക് ഉണ്ട് അല്ലെ, വർക്ക് എനർജി വരെ പഠിക്കാനുണ്ട്. രണ്ടിലും ചോദിക്കാൻ വേണ്ടി പോകുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇമ്പോർട്ടന്റ് ആക്ട്സ് വിത്ത് റെസ്പെക്ട് ടു എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് കമ്മീഷൻ. 13 മാർക്കിന് യൂണിവേഴ്സിറ്റിന് ചോദിക്കും, പക്ഷെ 5 മാർക്കിനെ കമ്പനി ബോർഡിന് ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മെയിൻസിന് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടും ആക്ച്വലി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടിട്ടൊന്ന് എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ച് ചോദിക്കുന്ന പല എഡ്യൂക്കേഷൻ കമ്മീഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ യൂണിറ്റ് 1 യൂണിറ്റ് 2 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫർദർ കാര്യങ്ങളാണ്. ഇത് എന്തായാലും നമ്മൾ നമ്മുടെ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രം. സിമിലർ ആയിട്ടുള്ള മറ്റു രീതിയിൽ ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു പബ്ലിക് സർവീസസ്, പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ദ വുമൺ, ചിൽഡ്രൻ, ദെൻ കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനത്തെ കുറച്ചുകൂടെ ഗവേണൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആക്ടുകളാണ് കുറച്ചുകൂടെ എവിടെ ചോദിച്ചിരിക്കുന്നത്, കമ്പനി ബോർഡിന് ചോദിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ട് പക്ക എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ബൈ ദിസ് യു ഗൈസ് ഹാവ് ടു ഹാവ് എ ക്വിക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് മെയിൻസിന് നിങ്ങൾക്ക് 27 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിക്കും, വെദർ ഇറ്റ് ഈസ് ഫോർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആൻഡ് കമ്പനി ബോർഡ്, ഹാവിംഗ് എ സ്ലൈറ്റ് വേരിയേഷൻസ് ഇൻ ദ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ നൽകൂ. റിപ്ലൈ പ്ലീസ് ഗൈസ്, റിപ്ലൈ പ്ലീസ് ഗൈസ്. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു, ഫൈൻ. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, വെദർ നിങ്ങൾ ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ PSC എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഫീൽഡിൽ നിന്നുകൊണ്ട് ഡിഗ്രി ലെവലോ +2 ലെവലോ 10th ലെവലോ അല്ലെങ്കിൽ എനി PSC എക്സാം ക്ലിയർ ചെയ്യണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ, നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രം ഡേ ടുമോറോ ഓൺവേർഡ്സ്. നാളെ ഇലക്ഷൻ ആണ്, ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്, പല കാര്യങ്ങളുണ്ടാവും. എന്നിരുന്നാൽ പോലും നിങ്ങൾ PSC നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഏത് ഭാഗമാണോ നിങ്ങൾ കുറച്ചുകൂടെ പിന്നോട്ട് നിൽക്കുന്നത്, അതൊരു പക്ഷെ മാത്ത് ആകാം, അല്ലെങ്കിൽ റീസണിങ് ആകാം, ഇംഗ്ലീഷ് ആകാം, മലയാളം ആകാം, GK സബ്ജക്റ്റുകളാകാം, IT ആകാം, ഇങ്ങനത്തെ കുറെ മേഖലകൾ ഉണ്ടെന്ന് ഡെഫിനറ്റ് നിങ്ങൾക്ക് അറിയാം. ആ സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾ അഗെയിൻ സ്റ്റാർട്ട് റീഡിങ്. ഇതാണ് ഒന്നാമതായിട്ട് എനിക്ക് കോമൺലി അഡ്വൈസ് ചെയ്യാനുള്ളത്. കോമൺ അഡ്വൈസിങ് ആണ്. അതേ സമയത്ത് സെക്കൻഡ് ലെവലിലോട്ട് നിങ്ങൾ ഓക്കെ സർ, എനിക്ക് എന്തായാലും ഞാൻ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്, സോ ഐ ജസ്റ്റ് ഗോ ഫോർ ദിസ് മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൻസിന്റെ സിലബസ് ഉണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ ഇതിന്റെ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. ഒന്നാമത്തെ കാര്യം. ഇതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് സീരീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം.
ഐ റിപ്പീറ്റ്, നിങ്ങൾ ടെസ്റ്റ് സീരീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ടെസ്റ്റ് സീരീസിന്റെ ഒരു ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ് ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ക്ലിയർ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ കാണിച്ചിരുന്നില്ലേ, എല്ലാവരും ടെസ്റ്റ് സീരീസ് എടുത്തിട്ടാണ് അവർ ഈ സക്സസിലോട്ട് എത്തിയത്. ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ടെസ്റ്റ് 1 മാത്രം എടുത്ത് നോക്കിയാൽ മതി. ടെസ്റ്റ് 1 നിങ്ങൾ കേരള ഹിസ്റ്ററി പഠിച്ചവരാണ്, പക്ഷെ ഈ പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2 3 ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, കോൺഫിഡൻസോട് കൂടെ. ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ ഉണ്ടാകും, വേൾഡ് ഹിസ്റ്ററി സ്പെല്ലിംഗ് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട്, കൈൻഡ്ലി അഡ്ജസ്റ്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ കേരള ഹിസ്റ്ററി, ആർട്സ് ആൻഡ് സ്പോർട്സ്, വേൾഡ് ഹിസ്റ്ററി ഈ 3 സെറ്റ് കൂടെ നിങ്ങൾ ഒരു 100 മാർക്കിന്റെ ഒരു ഫുൾ ടെസ്റ്റ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു നോക്കിക്കേ. ഒരു ഫുൾ ടെസ്റ്റ്, അതും പുതിയ രീതിയിലുള്ള പല പല ക്വസ്റ്റ്യൻസ് ഫോളോഡ് വിത്ത് ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ നിങ്ങൾ ടെസ്റ്റ് സീരീസിലൂടെ പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ലാഭിക്കാൻ പറ്റും. ടൈം ലാഭിക്കാൻ പറ്റും, അക്യുറസി കൂട്ടാൻ വേണ്ടി പറ്റും, തെറ്റിൽ നിന്നും തിരുത്തുകൾ കൊണ്ടുവരാൻ പറ്റും. കാരണം എന്താ, ഇന്നത് കൊണ്ടായിരുന്നില്ല തെറ്റിയത് എന്നുള്ള ഫീലിംഗ് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും വലിയ നല്ലൊരു സജഷൻ ഞാൻ പറയുന്നത്, നിങ്ങൾ ഡിഗ്രി ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സജസ്റ്റബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ടെസ്റ്റ് സീരീസിലൂടെ പോവുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഓൾറെഡി ഇപ്പൊ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി ഒരുപാട് പഠനം നിങ്ങൾ നടത്തിയിട്ടുണ്ട്, സെൽഫായിട്ടോ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ. ആ രീതിയിൽ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മെയിൻസിനുള്ള സിലബസ് തന്നെയാണ് വരുന്നത്. ആ സിലബസ് അടിസ്ഥാനത്തിൽ നിങ്ങൾ ടെസ്റ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമിൽ ഇത് പഠിക്കുകയും ടൈമിൽ എക്സാം എഴുതുകയും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരികയും അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊന്നും ഇല്ലാതെ സാറേ ഞങ്ങൾ പ്രിലിംസിന് പോയത്, ഇതൊന്നും ഇല്ലാതെ പ്രിലിംസിന് പോയത് ഒരു പക്ഷെ കിട്ടാത്ത അവസ്ഥയും, കിട്ടിയാൽ തന്നെ ഭാഗ്യം. പക്ഷെ മെയിൻസ് നമ്മൾ വെറുതെ ഇട്ട് കളിക്കേണ്ട സ്ഥലമല്ല, നമ്മൾ റാങ്കില് ഓഫർ ലെറ്റർ വരണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട സ്ഥലമാണ്. അവിടെ കുറച്ച് എഫേർട്ട് എടുത്തോ. ടെസ്റ്റ് 1 കേസ്, ടെസ്റ്റ് 2 നോക്കിക്കേ നിങ്ങൾ, കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ, മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാ. ആ സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ചിട്ട് മാത്രം നിങ്ങൾ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ, അതിലൂടെ അത് മുഴുവൻ പഠിക്കാൻ പറ്റില്ലേ? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റും. പിന്നെ 3ാമത് നോക്കിക്കേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫി, വീണ്ടും നമ്മുടെ പേപ്പർ 1 എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനറൽ പേപ്പർ. പിന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. പിന്നെ ജോഗ്രഫി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഹിസ്റ്ററി, ആർട്സ് ആൻഡ് സ്പോർട്സ്, ഫിസിക്സ് സ്പെഷ്യൽ ടോപ്പിക് ആണ്. ദെൻ ജോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. പിന്നെ ജനറൽ ഇംഗ്ലീഷും മലയാളം കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി ദർ, ആവശ്യമുള്ളടത്ത് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിലൂടെ പഠിക്കാൻ പറ്റുക. നിങ്ങൾ ആലോചിക്കുക, യു ആർ ഓൾമോസ്റ്റ് ഹാവിങ് 2000 ക്വസ്റ്റ്യൻസ്. 20ഓളം ഫുൾ ലെങ്ത് ടെസ്റ്റിലൂടെ 2000 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ 2000 ക്വസ്റ്റ്യന്റെ എത്ര പെർസെന്റേജ് ആണ് 100 ക്വസ്റ്റ്യൻ? 2000 ക്വസ്റ്റ്യൻ നിങ്ങളവിടെ പ്രാക്ടീസ് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്റെ 10% 200, 5% 100 ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക് അടക്കം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുന്നേ. അതിന് നമ്മൾ 2000 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അയ്യോ 2000 ഒന്ന് വിചാരിക്കരുത്. അത് ഇവഞ്ച്വലി നമ്മൾ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കുക. ഇതാണ് ബേസിക് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളുടെ അതുൽ സാർ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അതുൽ സാർ വന്നിട്ടുണ്ടോ? അതുൽ സാർ. ആ, അതിൽ സാർ എത്തിയിട്ടുണ്ട്. ഒന്ന് വീഡിയോ ഓണാക്കുമോ? നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു, സെക്കൻഡ് പാർട്ട്. ഞാൻ കുട്ടികൾക്ക് ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അവരോട് ചോദിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിനേഷൻ കമ്പാരിറ്റീവ്ലി കുറെ ആൾക്കാർക്ക് ടഫ് ആയിരുന്നു, അറ്റംപ്റ്റ് കുറഞ്ഞിട്ടുണ്ട്, ബിറ്റ് ടഫർ ആണെന്നുള്ളതാണ് ജനറലി കേട്ടിട്ടുള്ള ഒരു കാര്യം. അപ്പോ എന്തായാലും കഴിഞ്ഞ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷനിൽ 310ാമത്തെ റാങ്ക് കിട്ടിയ ആളാണ് നമ്മുടെ അതുൽ സാറ്. ഓക്കെ, അപ്പൊ അതുൽ സാർ ഇന്ന് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതുൽ സാറുമായിട്ട് ഒരു ഇന്ററാക്റ്റീവ് ടൈപ്പിൽ പോവാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ആക്കി സാറിനോട് ചോദിച്ചു, ഒരു പ്രശ്നമില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചാൻസ് ആണ് എക്സാം ക്ലിയർ ചെയ്ത ആളുമായിട്ട് സംസാരിക്കാനുള്ളത്. അതർവൈസ് യു ക്യാൻ ഗോ ഫോർ ദ ചാറ്റ് ഓപ്ഷൻ ആസ് വെൽ, ദാറ്റ്സ് അപ് ടു യു. എന്തായാലും അതുൽ വിനോദ് അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇമിനന്റ് PSCയിലോട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അതിൽ വെൽക്കം. ഓക്കെ, സർ കേൾക്കാമോ ഞാൻ പറയുന്ന? കേൾക്കാം, ക്ലിയർ ആണ്. ഗുഡ് ഗുഡ് ഗുഡ്, ഫൈൻ ഫൈൻ. ആ ഓക്കെ, അപ്പൊ നമുക്കേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടി, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയും, അതിന്റെ നാട് എവിടെയാണ്, ഗ്രാജുവേഷൻ എവിടെ കഴിഞ്ഞത്, എത്ര വർഷമായി PSC എക്സാംസിന് നോക്കുന്നത്, ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ പ്രിപ്പറേഷൻ ഒന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രം ഉള്ളതാണ്. ഇവിടെ ചിറങ്കീഴ് എന്ന് പറയും. അപ്പോ അറിയാം.
പി എസ് സി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ യു പി എസ് സി എന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോ പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പ്രിലിംസ് പഠിച്ച എഴുതിയതല്ല, പക്ഷെ എങ്ങനെയോ ഞാൻ ക്ലിയർ ആയായിരുന്നു. കാരണം മെയിൻസിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പി എസ് സിയിലോട്ട് ഇങ്ങോട്ട് ചാടിയത്. ഇപ്പോ സെക്രട്ടറി കിട്ടി. ഓക്കെ ഓക്കെ, ഞാൻ നമ്മുടെ ഇവരോട് ഞാൻ പറയായിരുന്നേ, നമുക്ക് ഒരു പക്ഷേ പ്രിലിംസ് നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ചാൻസ് കൊണ്ട് കിട്ടിയേക്കാം. പക്ഷെ മെയിൻസിന്റെ സമയത്ത് പിന്നെ എപ്പോഴും പ്രിലിംസ് കിട്ടിയ പോലെ ഇത് കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്നത് ശരിയല്ല. കാരണം നമുക്ക് ഫൈനലി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനുള്ളതും നമുക്ക് ഓഫർ ലെറ്റർ വരാനുള്ളതും നമ്മുടെ മെയിൻസിന്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് എന്ന് ഞാൻ പറയായിരുന്നു ഇവരോട്. അപ്പൊ മെയിൻസിന് അത് നമ്മൾ അത്രയും കറക്റ്റ് ആണ്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫോക്കസ് നൽകണമല്ലോ. ഓക്കെ. അപ്പോ ലൈക്ക് അതിന്റെ ഒരു മെയിൻസിന്റെ പ്രിപ്പറേഷന്റെ ഒരു ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? നമ്മുടെ ഈ ഇത്രയും സ്റ്റുഡൻസ് ഇവിടെ ലൈവിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരും വളരെ ആ, ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ എക്സാമിനേഷന്റെ ശേഷം അവരുടെ ഒരു മനസ്സിൽ ചെറിയ തോട്ട് ഉണ്ട് മെയിൻസ് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടാകും. ആ ടൈം ഡ്യൂറേഷനിൽ മസ്റ്റ് ആയിട്ട് ഞാൻ അവരോട് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ എല്ലാം പഠിച്ച് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അക്യുറസി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇപ്പോ ആക്ച്വലി ഞാൻ ഈ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രാറ്റജി ഒന്നുമില്ല. നമ്മളിപ്പോ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നിയത് നല്ലതായിട്ട് തോന്നിയെന്ന് പറയുമ്പോഴത്തേക്കും നോട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ പൊളിറ്റിയിൽ പാർലമെന്റ് എന്നുള്ള ചാപ്റ്റർ അറൌണ്ട് 40+ പേജ് ഒക്കെ വരുമെന്ന് തോന്നുന്നതിന്. അപ്പൊ അത് ഞാൻ പണ്ട് ഒരു നോട്ട് മേക്കിംഗ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും അറൌണ്ട് 1.5 പേജിൽ ഞാൻ അത് 40 പേജസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇപ്പൊ എക്സാമിന് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 3 ദിവസം മുന്നേ ഈ ഒരു 1.5 പേജ് നോക്കിയാൽ എനിക്ക് ഏകദേശം പാർലമെന്റ് ഫുള്ള് കവർ ആവും. പറയുമ്പോഴത്തേക്കും എല്ലാം പോയിന്റ് ആഡ് ചെയ്യണമെന്നല്ല, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള പോയിന്റ് മാത്രം ഒരു നോട്ട് മേക്കിംഗ് ആയിട്ട് ചെയ്യുക. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു 10 പേജിൽ ഈ വേൾഡ് ഹിസ്റ്ററി ഫുള്ള് നമുക്ക് നോട്ട് മേക്കിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ പോയിന്റും ആഡ് ചെയ്യണ്ട, അപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള പോയിന്റ് മാത്രം ആഡ് ചെയ്യുക. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം വെച്ചാൽ നമുക്ക് ലാസ്റ്റ് 2-3 ദിവസത്തിൽ എല്ലാം കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഈ നമ്മൾ നോട്ട് ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ ഉപയോഗം വരത്തുള്ളൂ. പിന്നെ വേറെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്റെ സ്റ്റഡി ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. യോൾപെംറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിന്റെ പേര് ഞങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കാം. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പൊ എന്റെ ഡെയിലി ആവറേജ് അല്ലെങ്കിൽ വീക്ക്ലി ആവറേജ് അല്ലെങ്കിൽ മന്ത്ലി ആവറേജ് അതുവഴി എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ വേറെ ഓപ്ഷൻ ആയിരുന്നു അതിൽ നമുക്ക് ഓരോ സബ്ജക്റ്റും ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പൊളിറ്റി ആണെങ്കിലും എക്കണോമി ആയാലും ഹിസ്റ്ററി ആണെങ്കിലും അതന്നെ YPT തന്നെ. ആ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ 1 വീക്കിന്റെ അനാലിസിസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോ പൊളിറ്റി 10 മണിക്കൂറെ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എക്കണോമി 10 മണിക്കൂറെ പഠിച്ചിട്ടുള്ളൂ. അതെനിക്ക് ഒരു കൃത്യ അനാലിസിസ് കിട്ടുമായിരുന്നു. അപ്പൊ എനിക്ക് ഏതാണ് പഠിക്കാനുള്ളതും ഒരു ഐഡിയ കിട്ടുമായിരുന്നു. പിന്നെ എന്തോ ഒരു കോമ്പറ്റീവ് മൈൻഡ് ആയിരുന്നു എനിക്ക്. അടുത്ത ആഴ്ച കുറച്ച് ആവറേജ് കൂട്ടണം, അങ്ങനെ കുറെ ഇതൊക്കെണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ChatGPT നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ വലിയ നോട്ട് ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ആപ്പ് നല്ലതാണ്. ഫോറസ്റ്റ് ആപ്പ് മറ്റേ ടൈമർ അല്ലേ, നമ്മുടെ എഫിഷ്യൻസിയെ ഫോക്കസ് ടൈമർ. ചെയ്യുന്ന. അതെ അതെ. ഓക്കെ ഫൈൻ. ആപ്ലിക്കേഷൻ ഫൈൻ, നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി അനലൈസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളതാണ്. പക്ഷെ മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രാക്ടീസ് മോഡ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് പ്രാക്ടീസ്, അപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നോ, അതോ ഒരു സബ്ജക്ട് തീർത്തിട്ട് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അപ്രോച്ച്? ഇപ്പോ കമ്മിയ മിക്സ് ആയിരുന്നു. കാരണം ഇപ്പൊ ഒരു സബ്ജക്ട് ഇപ്പൊ പൊളിറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അന്ന് രാത്രി ഒരു 30 ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. അത് മെയിൻലി ഒരു ടെസ്റ്റ് സീരീസ് ആയിരിക്കും. ഞാൻ ആക്ച്വലി MNDന്റെ ഒരു അറിവിൽ ഞാൻ സെക്രട്ടറി അസിസ്റ്റന്റ് മാത്രമേ എടുത്തിട്ടുള്ളതാണ്. ആക്ച്വലി ഇത് രണ്ടാമത്തെ തവണ ഞാൻ ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ഞാൻ മെയിൻസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കൗൺസിൽ ഇപ്പൊ ആൻസർ ഒക്കെ ആണെങ്കിൽ ഷോർട്ടും ക്രിസ്പും ആണ്. പിന്നെ എന്തോ റിവൈസ് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു. അന്ന് ഞാൻ ചെയ്തതെന്ന് വെച്ചാല് ഇവരെ ടെസ്റ്റ് സീരീസ് എടുത്ത് പ്രിന്റ് എടുത്തിട്ട് ഇപ്പൊ ഒരു സൈഡില് 2 പേജ് എടുത്തിട്ട് എന്റെ എളുപ്പത്തിന് എന്നിട്ട് എനിക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഒരു ബാക്കപ്പ് ആയിട്ട് ഞാൻ നോട്ടും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മറന്നു പോകുന്ന ചാൻസ് ഉള്ള പോയിന്റ്സ് അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യമൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഇപ്പൊ നോർമലി ഒരു PSCയിൽ ഫാക്സിലായിരിക്കില്ല ചോദിക്കുന്നത്. ഇപ്പൊ ഒരു UPSC കയറി വരികയാണ്. അപ്പോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരുപാട് ചോദിച്ച ചാൻസ് ഉണ്ട്. പിന്നെ എന്തുവാ പിന്നെ എനിക്ക് ഈ സെക്രട്ടറി അസിസ്റ്റന്റ് തന്നെ ഈ കുറെ ടോപ്പിക് എന്ന് പറയുന്നത് പുതിയ ടോപ്പിക്കാണ്.
അന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പുതിയ ടോപ്പിക് ആയിരുന്നു വന്നത്, സ്പെഷ്യൽ അതെ ടോപ്പിക്. അതെ അതെ അപ്പൊ അതെ. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയുന്ന 100 ചോദ്യം കിട്ടുമെന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമായിരുന്നു. കാരണം അതില് നമുക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാ. അതെ അതെ, അതിൽ ജോയിൻ ചെയ്തതിന് ജസ്റ്റ് മുന്നേ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തേയുള്ളൂ ആ ടെസ്റ്റ് സീരീസിന്റെ ഷെഡ്യൂൾ. ഇതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞോളൂ. 100 ചോദ്യം ആ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് മാത്രം കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത്രയും ഏരിയ ടച്ച് ഉം. ചെയ്തിട്ടല്ല അത് പോവാ. യെസ് യെസ്. കാരണം അന്ന് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ടോപ്പിക്ക് പഠിച്ചായിരുന്നു. പക്ഷേ ഇതൊന്നും ഇങ്ങനെയൊക്കെ ചോദ്യം വരാവോ? ഞാൻ ആ സമയത്ത് അറിയുന്ന അങ്ങനെയാണ്. കാരണം ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ചിലപ്പോൾ സിമ്പിൾ ആണെന്ന് കരുതും, പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. പിന്നെ കുറെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോ 60% മാത്രം ക്ലാസ് നോട്ട് വെച്ച് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ ഒരു നമ്മൾ ഈ ടെസ്റ്റ് സീരീസ് നോക്കുമ്പോഴത്തേക്കും, ഒരു 100 ചോദ്യം കൂടെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കാത്ത ടോപ്പിക്സ് അല്ലെങ്കിൽ പഠിക്കാത്ത പോയിന്റ്സ് ഒക്കെ അതുവഴിയാണ് കാണുന്നത്. അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ സെയിം ഇത് കൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഇതിനെ ചൂസ് ചെയ്തത് സെക്രട്ടറി ടെസ്റ്റിന്റെ. ഓക്കെ ഓക്കെ ഫൈൻ, താങ്ക് യു ഫോർ ദാറ്റ്. നമ്മൾ ഓരോ ഫാക്കൽറ്റീസും അതിന്റെ പിന്നിൽ കുറെ എഫേർട്ട് എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. നോട്ട് ടു റിപ്പീറ്റ് ഈച്ച് ആൻഡ് എവറി ടൈം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ആ ഈ LSGക്ക് എടുത്ത ക്വസ്റ്റ്യൻസ് ആവില്ലല്ലോ ഇവിടെ വരുന്നത്, ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ ഉം. ഫൈൻ, താങ്ക് യു ഫോർ ദാറ്റ്. ഞാൻ ഒരു കാര്യം, നമ്മുടെ ഇത്രയും സ്റ്റുഡൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവരെല്ലാവരും ഈ ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഗ്രി ലെവൽ ഫിലിംസ് ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. അതൊരിപ്പോൾ അവർക്ക് വേണ്ടി മെയിൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സെഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അവരോട് നിർബന്ധമായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് എന്തായാലും മെയിൻസിൽ നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ടിപ്സ് ഇവർക്ക് കൊടുക്കും? കാരണം ഇവർക്ക് വേണ്ടത് അതാണ്. അല്ലേ? നിങ്ങൾ പറ, ഒരു മിനിറ്റ് അവർ പറയട്ടെ. ആ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ലേ? ആ Yeah, some people are saying yes, others are having some other questions. Anyhow, ഇതൊന്നും ഉത്തരം പറയും. ഇവരിപ്പോ എല്ലാവരും മെയിൻസ് എഴുതാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിൽ ഇവരോട് നിർബന്ധമായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധമായിട്ടുള്ള ചില ഒരു ഒന്ന് രണ്ട് ഇൻസ്ട്രക്ഷൻസ് ഇവർക്കൊന്ന് കൊടുത്തേ. ഇപ്പൊ മെയിൻലി ഞാൻ എന്റെ മണ്ടത്തിൽ തന്നെ ഞാൻ പറയാം ഫസ്റ്റ്. ഇപ്പൊ ഞാനിപ്പോ പഞ്ചായത്ത് ഓക്കെ. സെക്രട്ടറിയിൽ ഞാൻ PWQ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തായിരുന്നു. അത് ഒരിക്കലും ചെയ്യരുത്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ മെം ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ഇതൊക്കെ ഉറപ്പാണ് റിപ്പീറ്റ് കുറെ ചോദ്യമുണ്ട്. ഇപ്പൊ പൂജ തന്നെ പിന്നെ കുറെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്, കറക്റ്റ് റിപ്പീറ്റ് ആയിട്ട് കുറെ ചോദ്യം വരും. അത് ഇതുവഴി കിട്ടും. പിന്നെ മാത്സ് ആയാലും സെയിം ഫോർമാറ്റ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ പോളിറ്റി ആണെങ്കിലും എക്കണോമി ആയാലും അത് UPSC കുറച്ച് ചോദ്യങ്ങൾ ഇവര് കോപ്പി അടിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു 2020 തൊട്ട് 2025 അറ്റ്ലീസ്റ്റ് പോളിറ്റിയും എക്കണോമിയും അത് നോക്കുക. അത് കുറെ ചോദ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പിന്നെന്ന് വെച്ചാല് സെക്രട്ടറി അസിസ്റ്റന്റ് ഞാൻ വേറൊരു മണ്ഡലത്തിൽ കാണിച്ചായിരുന്നു. എന്ന് പറയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ ഞാൻ ഫുള്ളി സ്കിപ്പ് ചെയ്തായിരുന്നു. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഞാൻ വിചാരിച്ചിരുന്നത് എന്തുവാ ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ പേരായിരിക്കും ചോദിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് കരുതരുത് ഒരു വിഷയം. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ എനിക്ക് അങ്ങനെ കരുതി എനിക്ക് 3-4 മാർക്ക് അങ്ങനെ പോയി. അത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കമ്പ്യൂട്ടർ എന്തായാലും പഠിച്ചിട്ടേ പോകാവൂ, അറ്റ്ലീസ്റ്റ് ബേസിക് എങ്കിലും. പിന്നെ ടൈം മാനേജ് നോക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ഫൈൻ. പിന്നെ സോ ലൈക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ സാർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ PYQs നെവർ മിസ് ദാറ്റ്. അത് ലൈക്ക് ഓൾ ഡിഗ്രിയിലുള്ള എക്സാംസിനൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ഒന്നതാണ്. അതിന് കൂട്ടത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. മെയിൻസ് വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ടെസ്റ്റ് സീരീസിലൂടെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും നന്നാവുക. കാരണം അങ്ങനെ പോയവരാണ്. അതിൽ സാറിനെ പോലെ ഒരുപാട് പേര് ഇവിടുന്ന് ക്ലിയർ ചെയ്യുന്നൊക്കെ ഈ ടെസ്റ്റ് സീരീസ് എടുത്തവരാ. ഓക്കെ, ഇപ്പൊ LSGന് 48ഓളം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 48 49 പേര് ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ, അപ്പോ അവരൊക്കെ കൂടുതൽ ടെസ്റ്റ് സീരീസ് എടുത്തവരാ. സോ ദാറ്റ്സ് വൺ ഓഫ് ദി ഗ്രേറ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഗൈസ്. പിന്നെ ഇനി സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് വയ വോയിസ് ഓർ ദിസ് ചാറ്റ് ഓപ്ഷൻ. പെട്ടെന്ന് ചോദിക്കൂ. ഇറ്റ്സ് യുവർ ടൈം ഗൈസ്. നിങ്ങൾ മടിയൊന്നും കാണണ്ട. ഒരു കാലഘട്ടത്തില് നിങ്ങളെ പോലൊക്കെ ഇരുന്നവർ തന്നെയാണ് ഭാവിയിൽ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ ഫൈൻ. SCRT നോക്കുന്നത് നല്ലതാണ്. ഇപ്പോ പൊളിറ്റി എക്കണോമിക്സ് ഒക്കെ മെയിൻലി SCRTക്ക് പകരം NCERT നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ജോഗ്രഫി ആണെങ്കിൽ അതൊന്നായിരിക്കും ചോദ്യം വരുന്നത്. SCRT നോക്കുന്നത് നല്ലതാണ്. ഇപ്പോ കേരള ടോപ്പിക്സ് ഒക്കെ SCRT നോക്കുക. പിന്നെ ഈ പൊളിറ്റി എക്കണോമിക്സ്, ജോഗ്രഫി ഒക്കെ NCERT നോക്കുന്നതാണ് നല്ലത്. അപ്പൊ എനിക്കങ്ങനെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. പിന്നെ SCRTയിലൊക്കെ ഈ എന്താ പറയുക ബോക്സിലൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ എല്ലാം പഠിച്ചുകൊണ്ട് പോകാം.
അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഞാൻ NCERT ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ. എനിക്ക് 146 സംതിങ്, 146.34. പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക്. കിട്ടുന്ന അവസരങ്ങളാണ് മാക്സിമം യൂസ് ചെയ്യുക. കാരണം ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പോലെ അടുത്ത പ്രാവശ്യം നിങ്ങളായിരിക്കും ഒരു പക്ഷേ അതിൽ സാറിനെ പോലെ ഒന്ന് സംസാരിക്കേണ്ടി വരിക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓൾ ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ പോസിബിലിറ്റീസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മടി കാണിച്ചിരിക്കണ്ട. മടി കാണിച്ചിരിക്കുന്നവർ വീട്ടിലിരിക്കേണ്ടി വരും. എക്സ്പ്ലോർ ഞാൻ യുവർ. വേറൊരു കാര്യം കൂടെ പറയാം അതെ അതെ സാറേ. പ്ലീസ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോഴത്തേക്കും അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഫസ്റ്റ് വായിക്കുക, എന്നിട്ട് ലാസ്റ്റ് 30 ദിവസം ആകുമ്പോഴത്തേക്കും ഓരോ ദിവസം ഓരോ ചോദ്യ പേപ്പർ വെച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത്, ബ്രെയിൻ റീറ്റെയിൻ ചെയ്യുക മെമ്മറി. അപ്പൊ ഓരോ ദിവസവും 100 ചോദ്യം വെച്ച് ആ സമയത്ത് ചെയ്യണം, എന്നാലും മാത്രമേ ഒരു എക്സാം ഉണ്ടാവത്തുള്ളൂ. അത് മാത്രം പറയാൻ വേണ്ടിയിട്ട്. പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ്. UPSC 2015 മുതലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ നോക്കാതിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓക്കെ അറ്റ്ലീസ്റ്റ് 2020 തൊട്ടെങ്കിലും നോക്കണം. ഓക്കെ ഓക്കെ ഫൈൻ. ബാക്കിയൊക്കെ നിങ്ങളെ ഒരു ഇതനുസരിച്ചിട്ടാണ്. അതെ അതെ, നമ്മുടെ ഓരോരുത്തർക്കും ഓരോ പ്രിപ്പറേഷന്റെ ലെവൽ ഉണ്ടാവും. ഇപ്പൊ SCRTന്റെ കേസ് തന്നെ ഞാൻ പറയുന്നത് തെറ്റാണ്, അതുൽ സാർ തിരുത്തുക കേട്ടോ. SCRT എല്ലാവരും സജസ്റ്റ് ചെയ്യാറില്ല, കാരണം ഓൾറെഡി അതിന് വേണ്ടിയുള്ള നോളജ് നിങ്ങൾ ബാക്ക് എൻഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നോളജ് is സഫീഷ്യന്റ്. അതിന് വേണ്ടി ഒരു ഗുഡ് റിസോഴ്സ് മാത്രമായിട്ടാണ് നമ്മൾ SCRT എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ഡിഫറെന്റ് സോഴ്സുകൾ അവൈലബിൾ ആണ്, ബുക്കായിട്ട് അവൈലബിൾ ആണ്, ടെസ്റ്റ് സീരീസ് ആയിട്ട് അവൈലബിൾ ആണ്, ഗൂഗിൾ കോണ്ടന്റ്സ് അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആ റിക്വയർഡ് ആയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലോട്ടുള്ള ലെവൽ ഓഫ് നോളജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതെപ്പോഴും ആലോചിച്ച് നോക്കുക. ആ ലെവൽ ഓഫ് നോളജിന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനാണ് ടെസ്റ്റ് സീരീസും പ്രാക്ടീസും പറയുന്നത്. ഓക്കെ സാർ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ വന്നിട്ടുണ്ട്, ഒന്ന് നോക്കാവോ? ഇതിപ്പോ രണ്ടുപേരും, ഒരാൾ ഇംഗ്ലീഷിൽ ചോദിച്ചു, ഒരാൾ മലയാളത്തിൽ ചോദിച്ചു. സെയിം ചോദ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 49. അത് ഇപ്പൊ കറക്റ്റ് സിലബസ് വന്നില്ലെന്ന് തോന്നുന്നു. PSC വിട്ടിട്ടില്ല. എന്തായാലും ഗവർണൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പാടായിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ നേരത്തെ എടുക്കുക, പഠിക്കുക. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഇപ്പൊ നോക്കുക, പിന്നെ ബയോളജി നോക്കുക. പിന്നെ ഗവർണൻസ് എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അത് നോക്കുക. പിന്നെ കേരള ഗവർണൻസും ചാൻസ് ഉണ്ട്. ഇത്രയും ടോപ്പിക്ക് നോക്കുക, പിന്നെ പാടുള്ളതായിട്ടൊക്കെ നോക്കുക. പിന്നെ എന്താ പറയുന്ന, മാത്സ് മലയാളം ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ദിവസവും ഒരു 10-20 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. മാത്സ് ചോദ്യം ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് വരുന്നത്. പിന്നെ പഠിച്ചിട്ട് ഇത്ര പഠിച്ചതെന്നല്ല, നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ചിലപ്പോൾ സിമ്പിൾ ടോപ്പിക് ആയിരിക്കും, നമുക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്യുക. ഇപ്പോൾ ദിവസവും ഈ ചെയ്യുന്നത് നന്നായിരിക്കും, എന്നും ഒരു 20 വെച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. സിലബസ് എന്ന് വരുമെന്ന് എനിക്ക് അറിയത്തില്ല, PSC ഇതുവരെ വിട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു. നമുക്ക് നമ്മുടെ പഴയ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും സിലബസ് ഉണ്ട്. ഞാൻ ഇവർക്ക് ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് കാണിച്ചു കൊടുത്തു രണ്ടിന്റെയും. ജസ്റ്റ് ഷോ യു. ഓക്കെ, മുമ്പുണ്ടായിരുന്ന രീതിയിലുള്ളത് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ചോദിക്കുന്ന സിലബസ് കമ്പനി ബോർഡിൻ്റെത്. സിമിലർലി ലൈഫ് സയൻസ്, ഫിസിക്സ്, ഇമ്പോർട്ടന്റ് ആക്ട്സ് ആൻഡ് പോളിസീസ് ഓഫ് ഗവൺമെന്റ്, ഇതാണ് ബേസിക്കലി ഉള്ളത്. ഇത് തന്നെയാണ് മറിച്ചും തിരിച്ചും അവർ സിലബസ് ആക്കി കൊടുക്കുന്നത് ത്രൂ ഔട്ട് ദ പീരിയഡ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ കാണുമെന്നൊക്കെ ചോദിക്കുന്നത് ഇല്ല, ഈ ഒരു എക്സാമിന് ചോദിക്കത്തില്ല, അത് സ്പെഷ്യൽ എക്സാംസിന് മാത്രമേ വരുള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് ഒന്നും കാണത്തില്ല. അതെ അതെ. ഓക്കെ, പിന്നെ ഹൗ മെനി അവേഴ്സ് ഡിഡ് യു സ്പെൻഡ് ഫോർ മെയിൻസ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ എന്റെ കേസ് ആണെങ്കിൽ ഒരു മെയിൻസിന് 2-3 മാസമൊക്കെ മുമ്പാണെങ്കിൽ എന്റെ ആവറേജ് 6 മണിക്കൂറൊക്കെ ആയിരുന്നു ആവറേജ്. പക്ഷേ മെയിൻസിന്റെ ലാസ്റ്റ് മന്ത് എനിക്ക് തോന്നുന്നു 9-10 മണിക്കൂർ പോയിട്ടുണ്ട് ആവറേജ്. അത്ര മതി, ഡെഫിനറ്റ്ലി അതെ കുഴപ്പമില്ല. അതെ. അത്ര മതി എന്ന് പറയുമ്പോഴേ അവർ ആലോചിക്കുന്നു അത്ര വേണോ.
അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. യെസ്, പ്രിപ്പറേഷൻ സംടൈംസ് നീഡഡ്. ഓക്കെ, അതും നല്ല സിവിയർ ആയിട്ട് തന്നെ വേണ്ടി വരും. അത് കുറച്ചുകൂടെ സ്മാർട്ട് ആക്കി എഫിഷ്യന്റ് ആക്കി കൊണ്ടുപോകാനാണ് നമ്മൾ നേരത്തെ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഷെഡ്യൂള് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങള്. ഓക്കെ, ഫൈൻ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഗൈസ്? യാ, അത് അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അതെ അതെ. അവിടെ ഇടാം, അത് കുഴപ്പമില്ല, അത് ഷെയർ ചെയ്യാം കേട്ടോ. അത് കോമൺലി ഉള്ള സിലബസ് തന്നെയാണ്, അത് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഫൈൻ. ഇല്ല, കൃഷ്ണന്റെ ചിലത് ചോദ്യം ഉണ്ട്. ഇച്ചിരി പറ്റുന്നു, ഉം, ഉം. ചിലർക്ക് പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് പേര് വർക്കിംഗ് ആണ്. അപ്പൊ അവരും റാങ്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പോ പറ്റാത്തതായിട്ടൊന്നും ഇല്ല. ടൈം കിട്ടുമ്പോ നോക്കുക, അത്രേ ഉള്ളൂ. എല്ലാം പിന്നെ ഓരോ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അതെ അതെ. പാരലലി ടൈം കണ്ടെത്തിയിട്ടെ കൃഷ്ണജ, ഇതില് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അതിനൊരു ഷെഡ്യൂൾ അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. ഒരു ടൈം രാവിലെ എണീറ്റ് മുതൽ പോകുന്നതിന് മുന്നായിട്ടോ അല്ലെങ്കിൽ രാത്രികളിലൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്ത് പഠിച്ചാൽ മതി. പറയാൻ കാരണം വെച്ചാൽ ഞാൻ പഠിപ്പിച്ച ഒരുപാട് പേര് KS കിട്ടിയതിന്റെ കഥകൾ പറയുമ്പോൾ ഇപ്പോഴും ആ, വലിയ കാര്യമാണ്. അവര് രാത്രികളിൽ യാത്ര ചെയ്യുമ്പോൾ കാറിൽ വരെ ഈ ക്ലാസ് കേട്ടിട്ട് പോയ അനുഭവങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. രാജ് KS സ്ട്രീം 3-ലെ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, എന്റെ എന്റെ സ്റ്റുഡന്റ് ആണ്. ചില അപ്പൊ എന്റെ ചില അവരൊക്കെ ഫ്രണ്ട്സ് ആ, ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഈ 1.5 മണിക്കൂറൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇവര് ആ സമയത്തും പഠിക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ടൈം കണ്ടെത്താൻ പറ്റും. അത് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഒരു 1.5 മണിക്കൂർ ബസ്സിൽ പോകും. ആ ടൈമിലായിരിക്കും ഒരു PDF ആയിട്ട് പഠിക്കുന്നത്. ഞാൻ കുറച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പോയിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇന്നലത്തെ പ്രിലിംസ് പോയിട്ട് ചോദിച്ചില്ല. അത് ഇല്ല, ചോദിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് മേഴ്സിന് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഡെഫിനറ്റ്ലി ഇവിടെ അല്ലെങ്കിൽ അവിടെ കയറി വരും കേട്ടോ. അപ്പൊ അത് സ്കിപ്പ് ചെയ്യുന്നത് ബുദ്ധിയല്ല. കാരണം പോളിറ്റി വൺ ഓഫ് ദി കോർ പാർട്ട് ഓഫ് ഗവേണൻസും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുന്ന തലപ്പത്തിരിക്കുന്ന സാധന കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും ചോദ്യങ്ങൾ വരും. ഓക്കെ, ഫൈൻ. സാറിന് വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇല്ല ഇല്ല, ഇത്ര. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സാറിനോട് ബൈ ബൈ പറയണം. എനിക്ക് ഒരു 2 മിനിറ്റ് കൂടെ എക്സ്ട്രാ സമയം തരണം, എന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇല്ലെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു അതുൽ സാർ, നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്ന് എടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കട്ട് ഓഫ് പറയണ്ട, അതുൽ സാർ പറയണ്ട. ഞാൻ അവർക്ക് അതിനുള്ള ഉത്തരം തുടക്കത്തിൽ കൊടുത്തതാ, കട്ട് ഓഫ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. അത് ശരിയല്ല. വെറുതെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ചെയ്യുക. കട്ട് ഓഫ് അറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ പോലെ. നമുക്ക് റേഞ്ച് പറയാൻ പറ്റുമായിരിക്കാം, പക്ഷെ അതിന്റെ സമയമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫിൽ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇതിൽ നിന്നോളൂ, അതായിരിക്കും നന്നാവുക. അത് വെറുതെ സാറ് പറഞ്ഞത് വെറുതെ ഒരു കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, ഫൈൻ. ഓക്കെ ഓക്കെ. സാറിന്റെ മെയിൻസ് എഴുതിയ സമയത്തുള്ള ലാസ്റ്റ് എക്സാമിന്റെ കട്ട് ഓഫ് ചോദിച്ചത്. മഞ്ജിത, സോറി, ക്വസ്റ്റ്യൻ മെയിൻസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. മെയിൻസും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇപ്പോ പഞ്ചായത്ത് സെക്രട്ടറിയില് കട്ട് ഓഫ് അറൗണ്ട് 95 സംതിങ് ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സെക്രട്ടറി ടെസ്റ്റിന് 141 അത് എക്സാം എങ്ങനെയാണ്, ഡിഫിക്കൽട്ടി ആണോ ഈസി ആണോ, ആ മോഡൽ അനുസരിച്ചിരിക്കും. പിന്നെ അവരെ എത്ര എടുക്കുന്നോ അതും ഡിപ്പെൻഡ് ചെയ്യാണ്. അത് കട്ട് ഓഫ് പറയാൻ പറ്റത്തില്ല. അതെ അതെ അതെ. ഒരു 140 വന്നിട്ടുണ്ടായിരുന്നു അന്ന് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റില്ല. ടോട്ടലി ചിലപ്പോൾ വേരി ചെയ്യും. ചിലപ്പം കുറഞ്ഞേക്കാം, ചിലപ്പം കൂടിയേക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഫൈനലി യു ഗൈസ് ജസ്റ്റ് തിങ്ക് ദാറ്റ് നിങ്ങൾക്ക് അതിൽ കയറി പറ്റാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു അതുൽ സാർ വൺസ് അഗൈൻ ഫ്രം ടീം എമിനന്റ് PSC ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഫ്രം ദ സൈഡ് ഓഫ് ദ സ്റ്റുഡൻസ് ഫോർ ഹാവിംഗ് ദിസ് ബ്യൂട്ടിഫുൾ ഇന്ററാക്ഷൻ വിത്ത് us. ഓക്കെ, നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ യുവർ കരിയർ സർ. ഇത്രയും ആശംസിച്ചുകൊണ്ട് അതുൽ സാറിന് വലിയൊരു താങ്ക്സ് പറഞ്ഞിട്ട് നമ്മൾ ബൈ ബൈ പറയണം കേട്ടോ. ഓക്കെ, എനിക്ക് ഇനി ഒരു 2 മിനിറ്റ് സമയം തരും. താങ്ക് യു അതുൽ സാർ. ഓക്കെ ആ, ഓക്കെ. സോ എനിക്ക് ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. സോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസും കാര്യങ്ങളും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെസിഫിക് ആയിട്ടുള്ള മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഇതാണ്. കമ്പനി ബോർഡ് ഇതാണ്. PSC ഇതിൽ വലിയ മാറ്റങ്ങൾ വരുത്താനൊന്നും സാധ്യതയില്ല. അപ്പൊ ഇത് തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിന്റെ നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി. ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത് 20 ടെസ്റ്റ് ആണ് ടോട്ടലി. അതിൽ 17 മൊഡ്യൂൾ ടെസ്റ്റ് ആണ്, 3 ഫുൾ ലെങ്ത് ടെസ്റ്റ് ആണ്. ടോട്ടലി 2000 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലബസിന്റെ എല്ലാ മേഖലകളും തൊട്ടിട്ടാണ് വരിക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ ഉണ്ടാവും. ഈ ആൻസർ കീ ഇതിനെ നിങ്ങൾ റിസോഴ്സ് ആയിട്ട് പഠിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംടൈംസ് ദാറ്റ് വിൽ ബി സഫീഷ്യന്റ്
എന്നുള്ള രീതിയിൽ വരെ എത്തും. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോളജും നിങ്ങളുടെ പ്രിപ്പറേഷനും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ അത് മതിയാവും. കാരണം അത്രയും എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച സാറ് ഇദ്ദേഹമാണ്. ഇതേപോലെ ഒരുപാട് പേര് ഇവിടെ പഠിച്ച് ക്ലിയർ ചെയ്യുന്നതൊക്കെ ഈ ടെസ്റ്റ് സീരീസ് വളരെ ഇന്റഗ്രൽ പാർട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, നമ്മുടെ ടെസ്റ്റ് സീരീസ് വിത്ത് മെന്റർഷിപ്പ് ആണ് കൊടുക്കുന്നത്. ടെസ്റ്റ് സീരീസ് വിത്ത് മെന്റർഷിപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും മെന്ററുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, സബ്ജക്ട് സ്പെസിഫിക്കോ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതിനാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിന് എമൗണ്ട് വരുന്നത് 2,999 രൂപയാണ്. ബട്ട് ഫോർ ദിസ് വെബിനാർ പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റുഡൻസ് ഇതിന് വരുന്നത് 2,499 രൂപയാണ് ഇതിന് വരുന്ന എമൗണ്ട്. ഇനി അതേ സമയത്ത് നിങ്ങൾ ടെസ്റ്റ് സീരീസ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിന് 2,000 രൂപയാണ് വരുന്നത്. പക്ഷെ ഇന്ന് വെബിനാറിൽ പങ്കെടുക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അത് 1,500 രൂപക്ക് നിങ്ങൾക്ക് ലഭ്യമാകും. ഇൻ കേസ് നിങ്ങൾ റിവേഴ്സ് ആയിട്ട് ചിന്തിക്കുക, 2,000 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യന് 1 രൂപ വെച്ചിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ കരിയറിന് വേണ്ടി നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വൺസ് അഗൈൻ ആൻഡ് ഫൈനൽ, LSGSന്റെ റിസൾട്ട് ആവട്ടെ, നോക്കൂ LSGSന്റെ റിസൾട്ട് ആണ്. ഓക്കെ, കേരള PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മറ്റു റിസൾട്ട് ആവട്ടെ, ഇവരൊക്കെ പഠിച്ചപ്പോ ഈ ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് വളരെ ഇന്റഗ്രൽ പാർട്ടാണ്. ഓരോ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ either യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് വിത്ത് ഓഫീസ് നമ്പർ. അതർവൈസ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ഫോം ഇട്ടിട്ടുണ്ട്, ഫോം നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് ഡിസ്കഷൻ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സെഷൻ ഒരു 36 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വിത്ത് സിലബസ് അണ്ടർസ്റ്റാൻഡിങ്, സ്റ്റെപ്സ് ദാറ്റ് യു ഹാവ് ടു ടേക്ക്. സിമിലർലി അതുൽ സാറിന്റെ ഒരു ഇന്ററാക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? അതോടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. യാ ഫൈൻ ഫൈൻ. ഓക്കെ, താങ്ക് യു കൃഷ്ണജ ആൻഡ് അതർ പീപ്പിൾ. ഓക്കെ, അപ്പൊ നന്നായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ആകുന്നില്ല. വി ആർ മൂവിങ് ഫോർവേഡ് ആൻഡ് ഫോർവേഡ് ഓൺലി. സോ മാക്സിമം നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടെസ്റ്റ് സീരീസ് അത് നിങ്ങൾക്ക് ഓഫീസ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പോലെ സെൽഫായിട്ട് എടുക്കാവുന്ന റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഷെഡ്യൂൾ തരും. എനിഹൗ ജസ്റ്റ് കോൺടാക്ട് ദ ഓഫീസ് ഫോർ ദി കറക്റ്റ് അപ്ഡേറ്റ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് ഡിസ്കഷൻ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ പിന്നീട് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് MNN PSC.